എല്ലാ ആത്മീയ മക്കൾക്ക് ഇന്നത്തെ 15-ാം ദിവസത്തെ ഉപവാസത്തിൽ നമുക്ക് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഈ ഉപവാസത്തിൻ്റെ ഈ സമയത്ത് നമ്മൾ പുതിയ വിഷയത്തിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 13 തൊട്ട് 22 വരെയുള്ള വാക്യങ്ങളാണ്. മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 13 തൊട്ട് 22 വരെയുള്ള വാക്യത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. ഈ 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന യേശുക്രിസ്തുവിൻ്റെ മിനിസ്ട്രി ഓഫ് ഹെൽപ്പ് അല്ലെങ്കിൽ സേവനത്തിനെ പറ്റിയാണ് നമ്മൾ കാണുന്നത്. പ്രാരംഭികമായ സേവനത്തിനെ പറ്റിയാണ് നമ്മളവിടെ കാണുന്നത്. അതായത് 2-ാം അധ്യായത്തിൽ 1 തൊട്ട് 12 വരെ നമ്മൾ കാണുന്നു ഈ പക്ഷപാതം പിടിച്ച രോഗിയെ സൗഖ്യപ്പെടുത്തുന്നത്. അത് കഴിഞ്ഞിട്ട് 2-ാം അധ്യായത്തിൽ 13 തൊട്ട് 22 വരെ നമ്മൾ കാണുന്നത് എന്തൊക്കെയാണ്? ഈ പലിശക്കാരനായ മാത്യൂസിനെ പിന്നെ സെൻറ്റ് മാത്യൂസായിട്ട് മാറുന്നത്, അദ്ദേഹത്തിനെ വിളിക്കുന്നതും, അത് കഴിഞ്ഞിട്ട് പാപികളായിട്ടുള്ളവരുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്നതും, അതുപോലെ ഉപവാസത്തിനെ പറ്റി പറയുന്നതും, അതുപോലെ പുതിയതും പഴയതുമായുള്ള വസ്ത്രത്തിനെ പറ്റിയും അതോടൊപ്പം തന്നെ വീഞ്ഞിനെ പറ്റിയും ഉള്ള ദൃഷ്ടാന്തങ്ങളാണ് ഇവിടെ പറയപ്പെടുന്നത്. ഈ സംഭവത്തിൽ നമ്മൾ കാണപ്പെടുന്നത് എന്താണ്? യേശുക്രിസ്തു പാപമില്ലാത്തവർക്ക് വേണ്ടി മാത്രമല്ല വന്നിരിക്കുന്നത്, നേരെ മറിച്ച് പാപികളായിട്ടുള്ള ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. നമുക്ക് 1-ാം ഭാഗത്തിൽ കാണാം, ഈ വചനത്തിൻ്റെ 2-ാം അധ്യായത്തിൽ 13 തൊട്ട് 17 വരെയുള്ള വാക്യത്തിനെ നമുക്ക് കാണുമ്പോൾ ഈ ലേവി അല്ലെങ്കിൽ ഈ ചുങ്കക്കാരനെ അല്ലെങ്കിൽ ഈ ടാക്സ് വസൂൽ ചെയ്യുന്ന എടുക്കുന്ന ഈ മത്തായിസിനെ പറ്റി നമുക്ക് കാണാൻ സാധിക്കും. അവിടെ പറയുന്ന ഈ പ്രകാരമാണ്, നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ പ്രകാരമാണ്. എന്താണ് അവിടെ പറയുന്നത്? യേശുക്രിസ്തു അവിടെ കടലിൻ്റെ കഴയിൽ ഉണ്ടല്ലോ, ഒത്തിരി ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. ആൾക്കൂട്ടത്തിൽ കൂടെ വന്ന സമയത്ത് അദ്ദേഹം ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം അവിടെ വെച്ച് ഹൽഫൈയുടെ പുത്രനായ ലേവിക്കാരനായ ചുങ്കം എടുക്കുന്നത് അവിടെ ഒരു സ്ഥലമുണ്ട്. അവിടെ ടാക്സ് അക്സെപ്റ്റ് ചെയ്യുന്ന അവിടെ ഇരുന്ന് എടുക്കുന്നതായിട്ട് കാണും. അപ്പോൾ യഹോവ പുള്ളിയോട് പറയുന്നു, നീ എൻ്റെ പുറയിലേക്ക് വാ. അങ്ങനെ അപ്പോൾ ഉടനെ പുള്ളി എണീച്ച് യേശുക്രിസ്തുവിൻ്റെ കൂടെ പോയി. അപ്പോൾ പരീശരും ശാസ്ത്രികൾ ഇത് കണ്ടിട്ട് യേശുക്രിസ്തു അവരുടെ ശിഷ്യന്മാരോട് ചോദിക്കുന്നത്, യേശുക്രിസ്തു ചുങ്കക്കാരുടെ കൂടെ പോയി ആണോ ആഹാരവും വെള്ളവും ഒക്കെ കുടിക്കുന്നത്? ഇത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യേശുക്രിസ്തു പറയുന്നു, രോഗികളായിട്ടുള്ളവർക്ക് നല്ല സൗഖ്യമുള്ളവർക്ക് വൈദ്യൻ്റെ ആവശ്യമില്ല, പക്ഷേ രോഗികളായിട്ടുള്ളവർക്ക് വേണ്ടി സൗഖ്യം ആവശ്യമാണ്. ഞാൻ ഈ രക്ഷയെ പ്രാപിച്ചിട്ടുള്ളവർക്ക് വേണ്ടിയല്ല, ഞാൻ നേരെ മറിച്ച് ഞാൻ പാപികളായിട്ടുള്ളവരെ വിളിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് പ്രകാരം യേശുക്രിസ്തുവിൻ്റെ ഈ വചനം പ്രധാനപ്പെട്ട ഒരു വചനമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കുന്നത്, യേശുക്രിസ്തു അദ്ദേഹത്തിനോട് പറയുന്നത്, നീ എൻ്റെ കൂടെ പിന്നാലെ വരുവീൻ. ഉടനെ തന്നെ അദ്ദേഹം എണീച്ച പുറകെ വരുന്നു. ആ പാപികളായ ചുങ്കക്കാരൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ പരീക്ഷകർ അവരെ ആലോചന ചെയ്യുന്നു, അത് വിമർശിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തു പറയുന്നു, സൗഖ്യം പ്രാപിച്ചവർക്ക് വേണ്ടി മാത്രമല്ല, ഞാൻ നേരെ മറിച്ച് അസ്വക്കാരായിട്ടുള്ളവർക്ക് ഞാൻ ഒരു വൈദ്യൻ്റെ ആവശ്യം അസ്വക്കാർക്കാണ് ഉള്ളത്. അതുകൊണ്ട് അവരുടെ അങ്ങനെയുള്ള ആൾക്കാരെ അധർമ്മികളായിട്ടും പാപികളായിട്ടുള്ളവരെ വിളിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനിപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് മുഖ്യമായിട്ട് കാണാൻ പറ്റുന്നത്, നമുക്ക് അനുഗ്രഹം വേണമെന്നുണ്ടെങ്കിൽ രക്ഷ പ്രാപിക്കണം. അതുപോലെ നമ്മൾ യോഗ്യത എന്ന് പറയുന്നത്, അതിനുള്ള യോഗ്യത എന്ന് പറയുന്ന രക്ഷ പ്രാപിക്കുക എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ വേറെ യോഗ്യതയില്ല. യേശുക്രിസ്തു ഉടങ്ങിയിരിക്കുന്ന മനസ്സുള്ളവരുടെയും പാപികളായിട്ടുള്ള മനുഷ്യരെയും അവരുടെ യഥാർത്ഥ പശ്ചാത്തപിക്കാനായിട്ട് ജീവനെ മാറ്റിയെടുക്കുവാൻ വേണ്ടിയാണ് ഇവിടെ ലോകത്ത് വന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം വാക്യത്തിൽ പറയുന്നത്, മനുഷ്യൻ്റെ പുത്രൻ നഷ്ടപ്പെട്ടവരെ കണ്ടുപിടിക്കാനും അവരെ രക്ഷപ്പെടുത്താനും വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ ഓരോരുത്തരും നമ്മൾ നഷ്ടപ്പെട്ടവരാണ്.
നമ്മളെ തിരിച്ചെടുക്കാൻ വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. 1 തീമോത്തിയോസ് 1-15 വാക്യത്തിൽ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് പരിശോധിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഈ പ്രകാരമാണ്. 1 തീമോത്തിയോസ് 15 അധ്യായത്തിൽ 15 വാക്യത്തിൽ പറയുന്നത് ഈ കാര്യങ്ങൾ സത്യമാണ്. ഞാനത് യോഗ്യനായിട്ടിത് മനസ്സിലാക്കുന്നു. യേശു മശീഹ് പാപികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നിട്ട് അതിന് ഏറ്റവും വലിയ കാര്യം ഞാൻ അവിടെ അവർക്ക് വേണ്ടി അവരാണ് ഏറ്റവും വലിയ ഭൂമിയിലേക്ക് എൻ്റെ ആവശ്യമെന്ന് അവിടെ വെച്ച് പറയപ്പെടുന്നു. അപ്പോൾ നമ്മൾ ഓശയുടെ പുസ്തകം 6 അധ്യായം 6 വാക്യത്തിൽ നമ്മൾ എന്താണ് കാണുന്നത്? ഓശയുടെ പുസ്തകത്തിൽ 6 അധ്യായം 6 വാക്യത്തിൽ നമ്മൾ കാണപ്പെടുന്നത് ഈ പ്രകാരമാണ്. അതായത് ഓശയുടെ പുസ്തകത്തിൽ 6 അധ്യായം 6 വാക്യത്തിൽ എന്താ? ഞാൻ ബലിയും കൊണ്ടല്ല, ബലിദാനം കൊണ്ടല്ല ഞാൻ സ്നേഹത്ത് കൊണ്ട് സന്തോഷിക്കുന്നത്. ഞാൻ ഹോമബലി കൊണ്ട് അല്ല കൂടുതൽ ആഗ്രഹിക്കുന്നത്. നേരെ മറിച്ച് ഈ ലോകര് യഹോവയെ പറ്റി അറിയേണ്ടതായിരിക്കുന്നു. അപ്പം നമ്മൾ ഹോമബലി ചെയ്യുകയും അല്ലെങ്കിൽ നമ്മൾ പല ബലികൾ അർപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിലൊന്നും യഹോവ സന്തോഷിക്കുന്നില്ല. യഹോവ സന്തോഷിക്കുന്നത് യഥാർത്ഥത്തിൽ യഹോവയെ അറിഞ്ഞ് ജീവിക്കുന്നവരായിട്ടുള്ളവരെ വേണ്ടിയാണ് യഹോവ അറിയപ്പെടുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ 2 ഭാഗത്തിൽ 2 അധ്യായത്തിൽ 18-20 വാക്യത്തിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത് അവിടെ വെച്ച് നമുക്ക് എന്താണ് പറയുന്നത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അവിടെ ഈ പ്രകാരമാണ് പറയുന്നത്. 1 അധ്യായം 2 അധ്യായം 18-20 വരെയുള്ള വാക്യങ്ങൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് എന്താണ് പറയുന്നത്? അതായത് യോഹന്നായുടെ ശിഷ്യന്മാർ പരീക്ഷ ഉപവാസം ചെയ്യുന്നതായിട്ട് അവർ കാണുന്നുണ്ട്. പക്ഷേ യോഹന്നായുടെ ശിഷ്യനായിട്ട് പരീക്ഷകളെല്ലാം ഉപവാസം ചെയ്യുന്നുണ്ട്. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാരും ഉപവാസം ചെയ്യുന്നില്ല. അപ്പോൾ യേശുക്രിസ്തു പറയുന്നു, മണവാളൻ കൂടുള്ളപ്പോൾ എന്തിനാണ് ഉപവാസം ചെയ്യുന്നത്? ഞാനിവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ഞാൻ ദൂരെ മാറിക്കഴിയുമ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി ഉപവാസം ചെയ്യുവീൻ എന്ന് അവിടെ വെച്ച് അവരെ അരുളിപ്പാട് ചെയ്യുന്നു. അവരെ ആഹ്വാനം ചെയ്യുന്നു. അങ്ങനെയാണ് ഉപവാസത്തിൻ്റെ ഇന്ന് നമ്മൾ മണവാളൻ നമ്മളിൽ നിന്ന് ദൂരം മാറിയത് കൊണ്ടാണ് ഇന്ന് നമ്മൾ അദ്ദേഹമായിട്ട് ചെയ്ത ബലിയർപ്പിക്കൽ അല്ലെങ്കിൽ ക്രൂശിൽ മരണപ്പെട്ടപ്പോൾ ആ ബലിദാനത്തിനെ ഓർപ്പിക്കാനും അതുപോലെ ആ ബലിദാനത്തുമായിട്ട് നമ്മൾ ആ രക്തത്തിന് വേണ്ടി നമ്മൾ മനസ്സിലാക്കിയെടുക്കുവാൻ, രക്തത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയെടുക്കുവാൻ വേണ്ടി നമ്മൾ അതിനുമായിട്ട് ചേർന്ന് നിൽക്കാൻ വേണ്ടിയാണ് ഇന്ന് ഈ ഉപവാസങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ഈ ഉപവാസ സമയത്ത് അത് എപ്പോഴും നമ്മൾ ഓർക്കേണ്ട കാര്യമുണ്ട്. എന്നാൽ തന്നെ ഉപവാസ സമയത്ത് നമുക്ക് അതിൻ്റെ അർത്ഥം കൂടുതലായിട്ട് മനസ്സിലാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ക്രൂശിലേക്ക് നമ്മൾ ഉപവാസത്തിനെ ശിക്ഷയായിട്ട് നമ്മൾ എടുക്കുമ്പോൾ, ക്രൂശൻ മരണത്തിനെ നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ഈ ഉപവാസം ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു റിലീജിയസ് പരമായിട്ടുള്ള ഒരു പ്രൊസീജിയറായി മാറാതെ നേരെ മറിച്ച് ആത്മീയ ബന്ധത്തിനെ വളർത്തിയെടുക്കാൻ വേണ്ടി നമ്മൾ ഇതിനു വേണ്ടി ശ്രമിക്കണം. അതാണ് ഇന്നത്തെ ആവശ്യം. യേശുക്രിസ്തു നമ്മളിൽ നിന്ന് ദൂരെ അകന്നു മാറിയപ്പോൾ നമുക്ക് ഉപവാസം വളരെ ആവശ്യമായിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മത്തായിയുടെ സുവിശേഷം നമ്മൾ അകത്ത് 6 അധ്യായം 16-18 വരെ നമ്മൾ കാണുന്ന എന്താണ് നമ്മൾ നോക്കാം. 6 അധ്യായത്തിൽ 18 അതിനെ ഉപവാസത്തെ പറ്റിയാണ് പറയുന്നത്. എപ്പോൾ നീ ഉപവാസം ചെയ്യും? ആ സമയത്ത് കള്ളന്മാരുടെ കൂട്ട് നീ മുഖം താത്ത് വെച്ചുകൊണ്ട് നീ വലിയൊരു ഉപവാസം ചെയ്യുന്നെന്ന് പറഞ്ഞുകൊണ്ട് നീ അങ്ങനെ നടക്കല്ലേ. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ ആ ഉപവാസത്തിന് അർത്ഥമില്ല, അതിന് പ്രതിഫലമില്ല. അതേസമയം നേരെ മറിച്ച് നിൻ്റെ തലയിൽ എണ്ണ പുരട്ടി മുഖമെല്ലാം കഴുകി നീ വൃത്തിയായിട്ട് നടന്ന് നീ ആ പിതാവിൻ്റെ നിൻ്റെ സ്വർഗീയ പിതാവ്, വളരെ രഹസ്യമായിട്ടിരിക്കുന്ന നിൻ്റെ സ്വർഗീയ പിതാവ് നീ ഉപവാസത്തിലാണെന്ന് അദ്ദേഹം മാത്രം അറിയാൻ മതി. നാട്ടുകാരെ അറിയേണ്ട കാര്യമില്ല. നമ്മൾ നാട്ടുകാരെ അറിയിച്ചിട്ടൊന്നും നേടാനില്ല. അത് നേരെ മറിച്ച് അത് യഹോവ ഇഷ്ടപ്പെടുന്നില്ല. നിൻ്റെ പിതാവ് അതിന് ആ സമയത്ത് നിനക്ക് പ്രതിഫലം തരും. ഇതാണ് അവിടെ പറയപ്പെടുന്നത്.
അപ്പോൾ യോയലിൻ്റെ പുസ്തകത്തിലും ഇതുപോലെ തന്നെയാണ് പറയപ്പെടുന്നത്. യോയലിൻ്റെ പുസ്തകത്തിൽ എന്താണ് പറയുന്നത്? യോയലിൻ്റെ പുസ്തകത്തിൻ്റെ 2-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്ന ഈ പ്രകാരമാണ്. എന്താ? ഇത് ഞാൻ യഹോവ പറയുന്നു, നീ ഇപ്പം കേൾക്കുക, ഉപവാസത്തിൻ്റെ സമയത്ത് കരയുകയും അടിക്കുകയും ചെയ്ത് നമ്മൾ വേദനപ്പെട്ട് നീ കരയുന്ന സമയത്ത് നിൻ്റെ മനസ്സ് തിരിഞ്ഞ് നീ എൻ്റെ അടുക്കിലേക്ക് വരുവീൻ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഉപവാസ സമയത്ത് നമ്മൾ നെഞ്ചടിച്ച് കരഞ്ഞ് നമ്മുടെ വേദനയോടുകൂടി കരഞ്ഞ് യഹോവയുടെ ഈ ബലിദാനത്തിനെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ യഹോവയുടെ മനസ്സിനെ ശുദ്ധീകരിച്ചുകൊണ്ട് നമ്മൾ യഹോവയിലേക്ക് ചേരേണ്ടത് ആവശ്യമാണ്. നമുക്ക് അറിയാൻ പറ്റുന്ന 3-ാം ഭാഗത്തിൽ പുതിയ വസ്ത്രത്തിലും പുതിയ വീഞ്ഞിനെ പറ്റിയാണ്. 2-ാമത്തെ അധ്യായത്തിൽ 21 തൊട്ട് 22 വരെ ഉള്ള വാക്യത്തിൽ നമുക്ക് ഇത് കാണാൻ സാധിക്കുന്നത്. എന്താണ് കാണാൻ സാധിക്കുന്നത് അവിടെ? നമുക്ക് അതിനെപ്പറ്റി നമുക്ക് ചിന്തിക്കാം. 22 തൊട്ട് 21 പുതിയ തുണിയിൽ ഉണ്ടല്ലോ, പുതിയ തുണി പുതിയ തുണിയിൽ വെച്ച് കെട്ടി വയ്ക്കത്തില്ല, അത് വെച്ചാൽ അത് കീറിപ്പോവും. അതേസമയം നേരെ മറിച്ച് നീ പുതിയ വീഞ്ഞ് പഴയ കുപ്പിയിൽ നീ നിറച്ച് വയ്ക്കല്ലേ, അത് വെച്ചാൽ നീ പൊട്ടിപ്പോവും. നേരെ മറിച്ച് നീ പുതിയ വീഞ്ഞ് പുതിയ കുപ്പിയിലേക്ക് നിറപ്പീൻ എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ഇവിടെ വീഞ്ഞിനെ പറ്റിയും പുതിയ വസ്ത്രത്തെ പറ്റിയും പറയുന്ന നമ്മുടെ വചനത്തെ പറ്റിയും നമ്മുടെ ഹൃദയത്തെ പറ്റിയുമാണ് അവിടെ ചിത്രീകരിക്കുന്നത്. പുതിയ നമ്മൾക്ക് യേശുക്രിസ്തു പുതിയ ഒരു കോവിനൻ്റാണ്, അതായത് ഒരു ഉടമ്പടിയാണ് നമ്മളുമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. പഴയ ഉടമ്പടിയായിട്ടുള്ളത് അത് നിയമത്തിന് അടിസ്ഥാനത്തുള്ളതായിരുന്നു. അപ്പോൾ ഈ നമ്മുടെ ആ പഴയ ഉടമ്പടിക്കകത്ത് ഈ അനുഗ്രഹം ഉൾക്കൊള്ളുന്നില്ല. അങ്ങനെ വന്നതുകൊണ്ട് ഇപ്പോഴത്തെ പുതിയ ഉടമ്പടിക്കകത്ത് ഈ അനുഗ്രഹം ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പുതിയ ജീവൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം പുതിയതാക്കിയെടുക്കുവാൻ നമ്മൾ ശ്രമിക്കണം. നമ്മൾ 2 കൊരിന്ത്യർ 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ എന്താണ് വായിക്കുന്നത്? 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഈ പ്രകാരം പറയുന്നത് എന്താണ് പറയുന്നത്? നമ്മൾ അതുകൊണ്ട് നീ യേശുക്രിസ്തുവിലേക്കായി തീരുമ്പോൾ നീ പുതിയ സൃഷ്ടിയായി മാറുന്നു. പഴയ കാര്യങ്ങൾ പോയി കഴിഞ്ഞു. നീ എല്ലാ കാര്യങ്ങളും നിൻ്റെ പുതിയതായി മാറിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ യേശുക്രിസ്തുവിലേക്ക് അടുക്കുമ്പോഴും നമ്മൾ പുതിയതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹൃദയം പുതിയതായിരിക്കുകയാണ്, നമ്മുടെ വചനം പുതിയതായിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിനെ ക്രമപ്പെടുത്തിയെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അങ്ങനെ നമ്മൾ ജീവിക്കേണ്ടത്. ഇബ്രാനിയുടെ പുസ്തകത്തിൽ എന്താണ് 8-ാം അധ്യായത്തിൽ 13-ാം വാക്യത്തിൽ ഇതേ പ്രകാരം പറയുന്നു, ഞാൻ പുതിയ ഉടമ്പടിയെ സ്ഥാപിക്കുമ്പോൾ പ്രാഥമികമായിട്ട് പഴയതായിട്ടുള്ളത് ഉടമ്പടികൾ അത് മാറിപ്പോയിരുന്നു. പുതിയ വസ്തു നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ പഴയ വസ്തുക്കളെല്ലാം ജീർണമായി അത് മാഞ്ഞു പോകുന്നു പതുക്കെ. അപ്പോൾ നമ്മൾ പുതിയ ഉടമ്പടി അനുസരിച്ച് നീങ്ങുമ്പോൾ നമുക്ക് പുതിയ വസ്തുക്കൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ പഴയ വസ്തുക്കളെല്ലാം പതുക്കെ മാഞ്ഞു പോകുന്നു. എസേക്കിയലിൻ്റെ പുസ്തകം 36-ാം അധ്യായത്തിൽ 26-ാം വാക്യത്തിൽ എന്താണ് പറയുന്നത്? അവിടെ നമുക്ക് കാണാം, ഞാൻ നിൻ്റെ മനസ്സിനെ പുതിയതാക്കും, നിൻ്റെ ഉള്ളിലുള്ള ആത്മാവിനെ ഞാൻ ശുദ്ധീകരിക്കും, നിൻ്റെ ദേഹത്തെ കല്ലുകൊണ്ടുള്ള ഹൃദയം എടുത്തു മാറ്റിയിട്ട് മാംസത്തിൻ്റെ ഹൃദയം ഞാൻ സ്ഥാപിക്കും. എന്നുവെച്ചാൽ നമ്മളെ ജീവിതത്തിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പുതിയതാക്കിയെടുക്കുവാനായിട്ട്, അതായത് പുതിയ ഹൃദയത്തിൽ പുതിയ വചനം ഇടുവാൻ നമ്മളെ ബോധ്യവൽക്കരണം ചെയ്യുന്നു. അതായത് പുതിയ കുപ്പിയിൽ പുതിയ വീഞ്ഞിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ഹൃദയത്തിൽ പുതിയ വചനം നമ്മൾ ഉൾക്കൊള്ളിക്കണം. അപ്പോൾ നമ്മൾ പുതിയ മനുഷ്യനായി മാറുന്നു. ഇതാണ് നമുക്ക് ഇന്ന് ജീവിതത്തിൻ്റെ ആവശ്യം. ഒരു ചെറുകഥ മാതിരി നമ്മൾ കേട്ട് കഴിയുമ്പോൾ, ഒരു ഗ്രാമത്തിൽ ഒരു വ്യക്തി താമസം ഉണ്ടായിരുന്നു. വളരെ മോശമായ വ്യക്തിയായിരുന്നു. ആ ഗ്രാമത്തിലെ ഏറ്റവും മോശമായ വ്യക്തിയായിരുന്നു. അന്നേരം ഒരു ഗ്രാമത്തിലെ ഒരു ടീച്ചർ വരുന്നു. അപ്പോൾ ആ നാട്ടുകാരെല്ലാം പറഞ്ഞു, നീ അവരുമായിട്ട് സംസാരിക്കല്ല, പോലെന്ന് പറഞ്ഞു. പക്ഷേ ടീച്ചറായിട്ട് അടുത്ത് പോയി അയാളുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ അയാളുടെ കൂടെ ചോറും കഴിച്ചു കഴിഞ്ഞപ്പോൾ അയാൾക്ക് വളരെ പ്രയാസമുണ്ടായി. അയാൾ കരയാൻ തുടങ്ങിയിട്ട് പറഞ്ഞു, എന്നെ ഇന്ന് വരെ ആരും ബഹുമാനിച്ചിട്ടല്ല ഈ ഗ്രാമത്തിൽ, പക്ഷേ നിങ്ങൾ ആദ്യമായിട്ട് ഇവിടെ വന്നു എന്നെ ബഹുമാനിച്ചു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മാനസാന്തരപ്പെട്ട്
അയാൾ ഒരു പുതിയ മനുഷ്യനായി മാറി, പുതിയ സൃഷ്ടിയായി മാറി. അദ്ദേഹത്തിൻ്റെ പുതിയ ഹൃദയത്തിൽ പുതിയ കുപ്പിയ ആയ ഹൃദയത്തിൽ പുതിയ വീഞ്ഞായ വചനം അതിൽ ഉൾക്കൊണ്ടു നിറച്ചു. അങ്ങനെ അദ്ദേഹം ഒരു പുതിയ മനുഷ്യനായി മാറി. നമ്മുടെ ജീവിതത്തിൽ അതുപോലെ ആയിത്തീരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. യേശു ക്രിസ്തുവിൻ്റെ നമ്മൾ ഈ പാപികളായ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം മറിയട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരു വലിയൊരു റിവല്യൂഷൻ നമ്മുടെ ജീവിതത്തിൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ 15 ദിവസത്തെ ഉപവാസത്തിൻ്റെ ഇതിൽ നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. എന്താണ് വിഷയം? 15 ദിവസത്തിൽ പുതിയ ജീവനും പുതിയ ഹൃദയവുമാണ് നമ്മുടെ ജീവിതത്തിൽ. നമ്മുടെ 15 ദിവസം അതിൻ്റെ ആത്മപരീക്ഷണം നമ്മൾ ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ കാണുന്നത്? ഞാൻ ധാർമ്മികമായ രീതിയിലാണോ ജീവിക്കുന്നത്? ഞാൻ ധാർമ്മികരായ ജീവിത രീതിയിലാണോ, വെറും ഒരു ധാർമ്മികമായ പ്രൊസീജിയർ അനുസരിച്ചാണോ ഞാൻ ജീവിക്കുന്നത്? അതെയോ എൻ്റെ ഹൃദയത്തിനെ നവീകരിക്കപ്പെടാനായിട്ടാണോ ഞാൻ ജീവിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഇന്ന് ചോദ്യചിഹ്നം നമ്മുടെ മുൻപിൽ നിൽക്കുവാണ്. ഇത് നമ്മൾ കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ ഇന്നത്തെ നോയമ്പിൽ. അതുപോലെ പശ്ചാത്താപത്തിൻ്റെ ആഹ്വാനം നമ്മൾ ചെയ്യുമ്പോൾ ആ ലേവി ആയിട്ടുള്ള മത്തായി അദ്ദേഹം ഇനീച്ച് യഹോവ പറഞ്ഞ് എൻ്റെ കൂടെ വരുവീൻ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഉടനെ തന്നെ ആ തീരുമാനമെടുത്ത യഹോവയുടെ കൂടെ പോയി. അതുപോലെ ഞാനും നിങ്ങളും പോകാൻ തയ്യാറാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഈ മത്തായിയുടെ കൂട്ട് നമുക്ക് എല്ലാം വെടിഞ്ഞിട്ട് ആ ചുങ്കക്കാരൻ, ആ പലിശക്കാരനും ആയിട്ടുള്ള വ്യക്തി അതെല്ലാം കളഞ്ഞിട്ട് ഈ പറയുന്ന വ്യക്തികൾ ഉടനടി തീരുമാനമെടുക്കാനായിട്ട് നമ്മൾ തയ്യാറാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഉപവാസത്തെപ്പറ്റി ഞാൻ പറയുന്നുണ്ട്. വെറും ആഹാരം വെടിഞ്ഞിട്ട് കാര്യമില്ല, പാപം വിട്ടിട്ട് കാര്യമില്ല. പക്ഷേ നമ്മുടെ ഹൃദയത്തിനെ പുതിയ ഒരു ഹൃദയമാക്കി മാറ്റാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ടോ? നമ്മുടെ പുതിയ ഹൃദയത്തിൽ പുതിയ വചനം നമ്മൾ കേടാൻ തയ്യാറാണോ എന്ന് മാത്രം നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ അതുപോലെ നമ്മുടെ ആൾട്ടറിൽ നമ്മളെ വിളിക്കുന്നു, നമ്മുടെ ദൈവം നമ്മളെ വിളിക്കുന്നു. എന്താണ് ആ നമ്മുടെ ബലിപീഠത്തിൽ നിന്ന് നമ്മളെ വിളിക്കുന്നു? എന്താണ് വിളിക്കുന്നത്? ഞാൻ നിങ്ങളുടെ പുതിയ കുപ്പിക്കകത്ത് പുതിയ വീഞ്ഞ് ഞാൻ നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് ഞാൻ നിങ്ങളുടെ പുതിയ ഹൃദയത്തിൽ പുതിയ വചനമിടാൻ ആഗ്രഹിക്കുന്നു. അതിന് നമ്മളെല്ലാവരും തയ്യാറാണോ എന്ന് ഈ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇതിനെ ഇതിൻ്റെ ഈ വചനങ്ങളുടെ അടിസ്ഥാനം അനുസരിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്? യേശു ക്രിസ്തു പാപികളെ വിളിക്കാനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. യഥാർത്ഥ ഉപവാസം എന്ന് പറയുന്ന നമ്മുടെ യേശു ക്രിസ്തുവുമായിട്ട് നമുക്കൊരു ബന്ധം പുലർത്തുക എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിനെ ബലി അർപ്പിച്ച് കഴിഞ്ഞപ്പോൾ ആ ബലിയുടെ രക്തത്തിനെ നമ്മൾ കൂട്ടുപിടിച്ചുകൊണ്ട് ആ രക്തത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ യേശു ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെടുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതാണ് ഇന്ന് നമ്മുടെ ഒരു പുതിയ ജന്മത്തിൻ്റെ ആവശ്യം. നമ്മൾ അതുപോലൊപ്പം തന്നെ നമ്മളെ പുതിയൊരു ജീവൻ വേണ്ടി നമ്മൾ പുതിയൊരു ഹൃദയം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ആ പുതിയ ഹൃദയത്തിൽ നമ്മൾ പുതിയ ജീവനെ നമ്മൾ ഒരുക്കപ്പെടണം. അതങ്ങനെയുള്ളവരായിത്തീരണം. നമുക്കിന്ന് റിലീജിയൻസ് അല്ല വേണ്ടിയത്. നമ്മുടെ ജീവിതത്തിനെ നമുക്ക് അനുഗ്രഹത്തിൻ്റെ ജീവിതമാക്കി മാറ്റി നമുക്ക് അതിനുവേണ്ടി നമ്മൾ ഒരുക്കപ്പെട്ടവരായിത്തീരണം. ഈ വചനം നമുക്കെല്ലാവർക്കും പ്രയോജനമായി തീരട്ടെ. ഈ വചനത്തെ കൊണ്ട് നമ്മുടെ കുടുംബത്തിനും നമ്മുടെ കലീശയ്ക്കും നമുക്കെല്ലാവർക്കും ഈ വചനം നമുക്ക് തീരട്ടെ. എങ്ങനെ ചുങ്കക്കാരനായിട്ട് മത്തായി ഉടനടി യേശുക്രിസ്തുവിൻ്റെ കൂടെ വിളിച്ച ഉടനെ തന്നെ കൂടെ ഇറങ്ങിപ്പോയോ, അതുപോലെ നമ്മൾ ഓരോരുത്തരും ഇന്ന് പോകാനായിട്ട് നമ്മളെ യേശുക്രിസ്തു വിളിക്കുന്നുണ്ട്. ആ ആഹ്വാനം നമ്മൾ ചെവി കൊണ്ട് കേൾക്കണം. ഈ ഉപവാസ സമയത്ത് നമ്മളത് കേട്ടുമുണ്ട് ആ യേശുക്രിസ്തുവിൻ്റെ കൂടി പുറക്കുവാനായിട്ട് നമ്മൾ തയ്യാറായിട്ട് നമ്മൾ പോകാൻ തയ്യാറാണോ എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മളിന്ന് അതിനുവേണ്ടി ഒരു തീരുമാനമെടുക്കാനായിട്ട് നമ്മളിന്ന് സാക്ഷ്യം പറയണം. അതിനുവേണ്ടി നമ്മളെല്ലാം ഒരുക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചോദിക്കുന്നു. ഈ കുടുംബക്കാർക്കെല്ലാം അത് പ്രയോജനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഗോഡ് ബ്ലെസ് ടു ഓൾ.